അതിഗുരുതരമായ ഒരു അവസ്ഥയാണ് കളമശ്ശേരി ഗവൺമെന്റ് പോളിടെക്നിക് ഹോസ്റ്റലിലെ പരിശോധനയിൽ പോലീസ് കണ്ടെത്തിയിട്ടുള്ളത്. ടെറസ് വഴിയാണ് ഈ സംഘം കയറിയത്, പോലീസ് സംഘം കയറിയിട്ടുള്ളത് എന്നുള്ളത് കാണണം. കഞ്ചാവ് വലിക്കാനുള്ള ഉപകരണങ്ങളും അവിടെ കണ്ടെത്തിയിട്ടുണ്ട്. നമുക്കറിയാം. മാത്രമല്ല ആകാശ്, അതായത് 2 കിലോയ്ക്ക് അടുത്ത് കഞ്ചാവ് സൂക്ഷിച്ചിരുന്ന ആകാശ് ഇക്കാര്യത്തിൽ നിരപരാധിയാണ് എന്ന് അഭിരാജ് എന്ന SFI നേതാവും അതുപോലെ തന്നെ ആദിൽ എന്ന KSU നേതാവും ഒരുപോലെ പറയുന്നുണ്ട്. ഇദ്ദേഹത്തിന്റെ ഈ ആകാശിന്റെ മുറിയിൽ നിന്നാണ് താനും വലിയ തോതിൽ കഞ്ചാവ് മാത്രമല്ല അത് തൂക്കാനുള്ള ത്രാസ് അടക്കം പിടിച്ചെടുത്തിട്ടുള്ളത്. ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടില്ലേ വൃത്തിയായിട്ട പണി ഇവിടെ ചെയ്യരുതെന്ന്. വൃത്തിയായിട്ട പണിയാ എടാ, ഇത് വളരെ വൃത്തിയോടും ശ്രദ്ധയോടും കൂടി ചെയ്യേണ്ട പണിയാ. ഈ സംഭവത്തിൽ കളമശ്ശേരിയിലെ പോളിടെക്നിക് കോളേജിലെ ഹോസ്റ്റൽ മുറിയിൽ നിന്നാണ് കഞ്ചാവ് പിടിച്ചെടുത്തത്. അതിന്റെ ആ ദൃശ്യങ്ങൾ കൂടി ഇപ്പോൾ പുറത്തു വരുന്നുണ്ട്. അതായത് എന്നെ അറിയാവുന്നവരോട് ഞാൻ പണ്ടേ പറഞ്ഞിട്ടുണ്ട്, നാർക്കോട്ടിക്സ് ഇസ് എ ഡർട്ടി ബിസിനസ്. കണ്ടെടുത്തിട്ടുണ്ട്. ചെറിയ അളവിൽ ചെറിയ പാക്കറ്റുകളിലാക്കി കഞ്ചാവ് വിൽപ്പന നടത്താനുള്ള ഒരു ശ്രമം കൂടി ആ ഹോസ്റ്റലിനകത്ത് നടന്നിരുന്നു. അത് ഹോളി ലക്ഷ്യമിട്ട് എന്നതാണ് നിലവിൽ ലഭ്യമാകുന്ന വിവരം. നാളെ ഹോളി ആഘോഷം ഇന്നും നാളെയുമായി നടക്കുന്നുണ്ട്. ആ ഹോളി ആഘോഷത്തിന്റെ ഭാഗമായി വിദ്യാർത്ഥികൾക്ക് ഹോസ്റ്റലിനകത്തും കോളേജിലെയും വിദ്യാർത്ഥികൾക്ക് ചെറിയ അളവിൽ തൂക്കി പാക്കറ്റുകളാക്കി നൽകാനുള്ള ഒരു ശ്രമമായിരുന്നു പ്ലാനിട്ടത്. പകരം ആ വെള്ളക്കഷായം എനിക്ക് തരുമോ? പിന്നെന്താ, ഇത് കുടിച്ചപ്പോ നല്ല സുഖം. ഓ, ആയുർവേദത്തിന്റെ ഒരു വീര്യമേ. പോലീസ് അറസ്റ്റ് ചെയ്തതിൽ ഒരാൾ SFI പ്രവർത്തകനാണ്, നേതാവാണ്. അതിൽ കോളേജിലെ വിദ്യാർത്ഥികളും ഒപ്പം തന്നെ അറസ്റ്റിലായ വ്യക്തി, ജാമ്യത്തിൽ വന്ന വ്യക്തിയും വിശദീകരണം നൽകുന്നു. ഒന്നും എനിക്ക് കമ്പനിയില്ല, എന്നെ എന്തിനാ ഇടയിൽ കൂടെ നിർത്തിയേക്കുന്ന? സാറേ, ഇവനെ കുഞ്ഞുമാടെ മോനാണ് സാറേ. ഇവനെ അറിയാം, ഇവന്റെ അടുത്ത് നിന്ന് സാറേ എന്റെ കൂടെ 1ാം ക്ലാസ് തൊട്ട് പഠിച്ചാണ് സാറേ അവൻ. അവനെ അറിയാലോ, ഞങ്ങൾ എല്ലാവരും തിക് ഫ്രണ്ട്സ് ആണ് സാറേ. ഇവരെ 3 എനിക്ക് ചെറുതായിട്ട് ഇദ്ദേഹത്തിനെ അറിയാം. ഇവിടെ നമ്മുടെ നാട്ടിലുള്ള വ്യക്തികളാട്ടോ. ഇത്ര നിരീക്ഷണവും പരിശോധനയും ഒക്കെ നടത്തുകയായിട്ടും വിദ്യാർത്ഥികൾക്ക് 2 കിലോ ആ കോളേജ് ഹോസ്റ്റലിൽ വയ്ക്കാനുള്ള ധൈര്യം ഉണ്ടാകണമെങ്കിൽ അവിടെ അത്രയും സുരക്ഷിതമായ സാഹചര്യം ഉള്ളത് കൊണ്ടല്ലേ. ഐ വാസ് റോങ് അബൌട്ട് യു. ഞാൻ നിങ്ങളിൽ നിന്ന് ഇത്രയും പ്രതീക്ഷിച്ചില്ല. അപ്പോൾ നല്ല ശീലങ്ങളൊക്കെ കയ്യിലുണ്ടല്ലേ? മുറിയിൽ ഒരു ചെടി വളർത്തുന്നതിലൂടെ ജീവന്റെ മൂല്യത്തിന് വില കൽപ്പിക്കുകയാണ് നിങ്ങൾ. എന്നും കൃത്യമായി വെള്ളം ഒഴിക്കണം കേട്ടോ. നമ്മളെപ്പോലെ തന്നെയാ വിശപ്പും ദാഹവും ഒക്കെ ചെടികൾക്കുമുണ്ട്. അപ്പോഴും ഈ ഹോസ്റ്റലിനകത്ത് ഇത്രയും അളവിൽ കഞ്ചാവ്, അത് തൂക്കി വിൽക്കുന്നതിനുള്ള ത്രാസ്, ചെറിയ പാക്കറ്റുകൾ, ഈ കഞ്ചാവ് ഉപയോഗിക്കുന്നതിനുള്ള കുട്ടികൾ തന്നെ ഉപകരണങ്ങളൊക്കെ കാണാം. ഒരു കുപ്പി, അതിലൊരു ഹോൾ ഉണ്ടാക്കിയിരിക്കുന്ന ഒരു സംവിധാനം. നീ സാധുവായി പോയി എന്ന് എന്റെ അമ്മ പറഞ്ഞപ്പോ എന്റെ ചങ്ക് തകർന്നു പോയി. ഇപ്പൊ എനിക്ക് സന്തോഷായി. എന്തുവാടാ ഈ ആയുധം? ഇതെന്താ പാറ്റന്റ് ആകോ? എവിടെ ഫണ്ടിംഗ് ഇഷ്യൂസ് സ്റ്റീഫൻ വിചാരിക്കുന്ന പോലെ ചെറിയ. You have a message. 45 crores. Happy? വർക്കിച്ചേട്ടാ, നാളത്തെ പത്രത്തിന്റെ ഹെഡ്ലൈൻ കുറിച്ചോളൂ. പിടികിട്ടാ പുള്ളിയായ തൊരപ്പ കൊച്ചുണ്ണിയെ CID ബുസ പിടികൂടിയിരിക്കുന്നു. വർക്കിച്ച, ഇതുകൂടി കുറിച്ചോ? അതിവിദഗ്ധമായ രീതിയിൽ തൊരപ്പം കൊച്ചുണ്ണി CID മൂസയുടെ കയ്യിൽ നിന്ന് ഊരിപ്പോയെന്ന്. അവൻ ഇതിന്റെ ഉള്ളിൽ ഊരിപ്പോയി. വിടരുത് അവനെ, ഫോളോ.